ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതിരപ്പള്ളി വെള്ളച്ചാട്ടവും വാഴച്ചാൽ വെള്ളച്ചാട്ടം കാണാൻ പോയതാണ്. അപ്പോൾ ഞാനിത് ലാസ്റ്റാണിത് തുടക്കമെന്നുള്ള ഒരു വീഡിയോ ഞാനൊരു എടുക്കുന്നത് തന്നെ. അപ്പോൾ അത് ഞാൻ കണ്ട് കഴിഞ്ഞു. അത് നല്ലൊരു വൈബായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് വരൂ, ബാക്കി എന്നിട്ട് പിന്നെ കാണാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് വരാം കേട്ടോ. ഈ യാത്രയിലുടനീളം എവിടെ നോക്കിയാലും ഏക്കർ കണക്കിനുള്ള സ്ഥലത്ത് എണ്ണപ്പനകളാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ആ ഒരു തോട്ടത്തിലെ ഏകദേശം എല്ലായിടത്തും എണ്ണപ്പനകളുടെ ഒരു കൃഷി തന്നെയാണെന്ന് പറയാം. ഒരുപാട് എണ്ണപ്പനകളാണ് ഉള്ളത്. പിന്നെ യാത്ര ഒരു അടിപൊളിയായിരുന്നു. കാരണം റൈഡ് പോകുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് പണ്ടേ. അത് എനിക്കായാലും എൻ്റെ ഫ്രണ്ടിനായാലും പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് മലകളാണ് കേട്ടോ. ഒരുപാട് മലകൾ അങ്ങനെയായിട്ട്. പിന്നെ നമ്മുടെ പോലീസ് സ്റ്റേഷൻ പറയണ്ട കേട്ടോ. ആ യാത്രയിലുടനീളം റോഡൊക്കെ നല്ല റോഡാണ്, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, നല്ല റോഡുകളാണ്. പിന്നെ ഇത് കണ്ടോ, ഇത് അവിടെ നിന്ന് ഒഴുകി വരുന്നൊരു അരുവിയാണ് കേട്ടോ. ഇത് അവിടെ നിന്ന് ഒഴുകി വന്നുകൊണ്ടിരിക്കുന്ന ഒരു അരുവിയാണ്. നല്ല സീനാണ് കേട്ടോ പോകുന്ന വഴിക്കൊക്കെ ഇത് കാണാനായിട്ട്. യാത്രയിലുടനീളമാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരുന്നു. കാരണം പിന്നെ ഒരു നല്ല വെയിലും ഉണ്ടായിരുന്നു. കാരണം ആ സമയത്താണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇതൊക്കെ അത്യാവശ്യം ബിൽഡിങ്സൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഇതൊക്കെ കണ്ടു, ഈ തോട്ടങ്ങൾ അവിടെ തീരുന്നില്ല. ആ യാത്രയിലുടനീളമുണ്ട് ഈ ഒരു എണ്ണപ്പനകൾ. പിന്നെ യാത്ര ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ അതിമനോഹരമായിട്ട് തന്നെ എൻജോയ് ചെയ്താണ് വന്നത് തന്നെ. നല്ലൊരു വൈബായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ ഒരു പോകുന്ന ഒരു ഇത് കാണാനായിട്ട് ഭയങ്കര ത്രില്ലായിരുന്നു. പിന്നെ ഇത് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. അതാണ് ഈ ടിക്കറ്റ് കൗണ്ടർ കേട്ടോ. ഞങ്ങൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു. ഇതാണ് അവരുടെ ഒരു ടിക്കറ്റ് കൗണ്ടർ എന്ന് പറയുന്നത്. പിന്നെ ടിക്കറ്റ് റേറ്റ് എത്രയാണെന്നുള്ളത് അവിടെ ഒരു ബോർഡില്ലേ, ആ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാനായിട്ട് ഞാൻ കുറച്ചുകൂടെ ഒന്ന് സൂം ചെയ്ത് തരാം. ഇതിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രയാണ് റേറ്റ് എന്നുള്ളത് കേട്ടോ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഒരു ATM കൗണ്ടർ ഉണ്ട്. അവിടെ നിന്ന് ക്യാഷ് അത്യാവശ്യമുള്ളവർക്ക് ക്യാഷ് വേണമെന്ന് എടുക്കാം കേട്ടോ. പിന്നെ ഈ ടിക്കറ്റ് കൗണ്ടറിൽ ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. അത് പറഞ്ഞേക്കാം. ഇതാണ് ഞങ്ങളെടുത്ത ടിക്കറ്റ്. ഈ ടിക്കറ്റ് മതിയാവും നമുക്ക് പോകാനായിട്ട്. കണ്ടല്ലോ, എൻ്റെ കൂടെ വന്നവനാണെങ്കിൽ എൻ്റെ വന്നുമില്ല, അവനാണെന്നുണ്ട് അവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി നമുക്ക് അത് കണ്ടിട്ട് വരാം. അങ്ങനെ ഈ പോകുന്ന വഴിക്ക് ഇതാ ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട് കേട്ടോ. ഞാനത് കൂടുതൽ ഫോക്കസ് ചെയ്തു. ബട്ട് എന്നിട്ട് ഞാനൊന്ന് തിരിച്ച് നടക്കാൻ നേരത്തെ പിന്നീട് വിചാരിച്ചു അവനെ ഒന്നുകൂടെ ഒന്ന് എടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് വീണ്ടും അവനൊന്ന് ഫോക്കസ് ചെയ്തു. ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. പുള്ളി അങ്ങോട്ടോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കതേ നേരെ ആ കാഴ്ചയിലോട്ട് പോവാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും, ഒരു സൗണ്ട് കണ്ടോ, ആ ഒരു വെള്ളം ഒഴുകുന്നുണ്ട്. ഇതാണ് നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം. ഇത് കൂടുതൽ ദൂരെ നിന്ന് എടുക്കുകയാണ് കേട്ടോ. ഇത് നമുക്ക് കൂടുതൽ അടുത്തോട്ട് പോകാനായിട്ട്. താഴെ നിങ്ങൾക്ക് ആ ലെഫ്റ്റ് സൈഡിൽ കാണാൻ സൂം ചെയ്തിരിക്കുന്നത് കുറേ ആൾക്കാരൊക്കെ അവിടെ നിൽപ്പുണ്ട്. ടൂറിസ്റ്റേഴ്സാണ്. പിന്നെ ആ വെള്ളച്ചാട്ടവും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ അത്രയും ദൂരത്ത് നിന്ന് ഒഴുകുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു വോയിസ് ഇങ്ങേയറ്റം വരെ കേൾക്കാമെന്നുള്ളതാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എന്താ കാഴ്ച എന്നറിയോ, എത്ര സിനിമ ഷൂട്ടിംഗ്. കുറച്ച് ദൂരമുള്ള കാഴ്ച വന്ന വഴിക്ക് കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിട്ട് ബാക്കി ഓക്കെ.
അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമുക്കിവിടെ പാർക്ക് ചെയ്യണം വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ കാഴ്ചകൾ നമുക്ക് കാണിച്ചു തരാം. എന്തായാലും നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം കേട്ടോ. നമുക്കിവിടെ വണ്ടി വെച്ചാലേ അങ്ങോട്ടുള്ള കാഴ്ചകളും കാണാൻ പറ്റത്തുള്ളൂ. ഗായ്സ്, എൻ്റെ ഈ ബാഗ് കാണുന്നതാണ് മെയിൻ എൻട്രൻസ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നേരെ നമ്മൾ അകത്തോട്ട് കയറി വഴി കൂടെ ഒക്കെ നടക്കുകയാണ് കേട്ടോ. പിന്നെ ഈ വഴി അടിപൊളി വഴിയാണ് കേട്ടോ. ഇൻ്റർലോക്ക് ആയിട്ടുള്ള ഒരു അടിപൊളി വഴിയാണ്. അതിന് പോകുന്ന സൈഡെല്ലാം അതുപോലെ നല്ല ഭംഗിയാണ്. എവിടെ പോയാലും അവന്മാരുണ്ടല്ലോ. കേട്ടോ ഗൈസ്, ഇവിടെ ഇതുപോലെ സാധനങ്ങളൊക്കെ ഉണ്ട്. അയ്യോ, മൊത്തം ഒരു വലിയൊരു കാട് തന്നെയാണ് കേട്ടോ. ഇപ്പോഴും ഇവിടെ വരുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് വന്ന് കാണണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് ഈ സൈഡിൽ കൂടെ വന്നത്. അവിടെ നിന്ന് തുടങ്ങിയ ഇൻ്റർലോക്കിട്ട വഴി ഇവിടെയാണ് വന്ന് അവസാനിക്കുന്നത് കേട്ടോ. ഇവിടെ ഈ പാറക്കെട്ടുകളും ഇതൊക്കെ വരുന്നത്. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഗായ്സ്. നട്ടുച്ചയ്ക്ക് വന്നതായതുകൊണ്ട് നല്ല ചൂടുണ്ടായിരുന്നു. നല്ല ചൂടാണ് ഇവിടെ. എന്നിരുന്നാലും കുഴപ്പമില്ല. നമ്മൾ കാണാൻ വന്നതുകൊണ്ട് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കേട്ടോ. ഇത് വഴിക്ക് വീഴാണ്ടിരിക്കാനാണല്ലേ ഗ്രിപ്പ് വെച്ചിരിക്കണതിൽ. അതാ ഞാൻ പറഞ്ഞു. ഗായ്സ്, ഇതാ നോക്കൂ, ആ നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ഭംഗി നോക്ക്. ഇതിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ മുകൾ ഭാഗത്താണ്. എന്നാലും ആ ഒരു ഭംഗി എൻ്റെ പൊന്നോത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം അത്രയേറെ അത് കണ്ടു നിന്ന് പോകും. കാരണം ആ വെള്ളം ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് വന്ന് വീഴുന്നതാണ്. ഒരുപാട് ടൂറിസ്റ്റേഴ്സ് വന്നു പോകുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ അതിരപ്പള്ളി എന്ന് പറയുന്നത് കേട്ടോ. അത് അതിരപ്പള്ളിയുടെ ഒരു ഭംഗിയും മികവും ഒന്ന് വേറെ തന്നെയാണ്. കാരണം ഇത് കഴിഞ്ഞിട്ടേ വേറൊന്നുള്ളൂ. അത്രയേറെ ഭംഗിയാണ്. അതൊരിക്കലും പറഞ്ഞു വിവരിക്കാൻ പറ്റാത്തതാണ്. അത് കണ്ടു തന്നെ ആകണം. പറഞ്ഞു വിവരിക്കുന്നതിനേക്കാളും കാണുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് മികവുറ്റതാണ് നമ്മുടെ ഈ അതിരപ്പള്ളി വെള്ളച്ചാട്ടം. അത് നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഒരു അഭിമാനവും കൂടെയാണ്. ഈ നാച്ചുറൽ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അത് ഇതാണ് ഗൈസ്. അതിരപ്പള്ളിയാണ് അതിൻ്റെ ഒരു മികവുറ്റതെന്ന് പറയാനായിട്ട്. കാരണം കുന്നും മലകളും ഈ അരുവിയും എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് അതിനൊരു കാഴ്ച ഒരു വേറെ ലെവലെന്ന് തന്നെ പറയാം. നമ്മളിപ്പോൾ കണ്ടത് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ നിന്നാണ്. ഇപ്പം നമുക്ക് താഴെ നിന്നുള്ളൊരു വ്യൂ ഉണ്ട്. അതാണ് കൂടുതലൊരു വേറെ ലെവലെന്ന് പറയുന്നത്. നല്ല കയറ്റം ഇറങ്ങും കേട്ടോ ഇവിടെ. ഞാൻ പറഞ്ഞു അവിടെ വഴിയെടുക്കട്ട് ഒന്നൊതുങ്ങി പോകാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഫ്രണ്ടിൽ നിന്നൊക്കെ പറയുന്നത് ഓടണം. അയ്യോ, നല്ല കുത്തിറക്കം ഗൈസ്. അതൊക്കെ മനസ്സിലായി. ബാക്ക് സൈഡിലൊക്കെ വഴിയൊക്കെ കാണാൻ പോയിട്ട് പറഞ്ഞവർ തന്നെ ഓരോ സൈഡിലും ഓരോ ബെഞ്ചിരിപ്പുണ്ടായി സൈഡിലൊക്കെ. അപ്പോൾ ആൾക്കാർ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. മലയെണ്ണാൻ ഓടി കേട്ടോ. ഞാൻ വീഡിയോ എടുത്തോണ്ടെങ്കിൽ മലയെണ്ണാൻ ഓടി. ദേ ആ മരത്തിലിരിക്കുന്നതാണ് മലയെണ്ണാൻ. വേണ്ടോ, ഞാനൊക്കെ ഇതൊക്കെ മ്യൂസിയത്തിൽ, നമ്മുടെ ട്രിവാൻഡ്രം മ്യൂസിയം അല്ലേ, ഞാൻ അവിടെ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ അതോ നേരിട്ട് കണ്ടു. കാരണം ഇത് ഒരുപാട് റൗണ്ട് ഇങ്ങനെ ചുറ്റിയാണ് വരുന്നത് കേട്ടോ. കരിങ്കല്ലിട്ടൊരു റോഡ്. അപ്പോൾ ചുറ്റി വരണോണ്ട് ഞാൻ അങ്ങനെ അപ്പോൾ ഈ ഓരോ ടേണിങ് കയറുമ്പോഴത്തേക്ക് ആൾക്കാർ, കാരണം ഈ കയറ്റം ഇത്രയും കയറല്ലേ,
അപ്പോൾ ആൾക്കാർ തളർന്നിട്ട് അവിടെയുള്ള ചെയർ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ നമുക്ക് ആൾക്കാർക്ക് ഇരിക്കുന്ന ചെയർ. അപ്പോൾ അവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ടൊക്കെയാണ് പയ്യെ പയ്യെ മുകളിലോട്ട് കയറുന്നത്. ഇതിപ്പോൾ എത്ര വളവും തിരിവാണോ എന്തോ ദൈവം. അയ്യോ, അത് കണ്ടോ നിങ്ങളെപ്പോലെ ഞാനും എക്സൈറ്റഡ് ആണ് എൻ്റെ അടുത്തുനിന്ന് ആ ഒരു വ്യൂ കാണാനായിട്ട്. ഇപ്പോൾ ഇതുവഴി അങ്ങോട്ട് പോകണം അത് കാണാനായിട്ട്. പക്ഷേ ഈ പോകുന്ന വഴിയെല്ലാം നല്ല അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര ഒരു ഇത് ഫീൽ ചെയ്യും. അത് എങ്ങനെയാണെന്ന് ഇനി പറഞ്ഞ് അറിയിക്കുക എന്നുള്ളത് എനിക്കറിയത്തില്ല. അത് ഭയങ്കര ഇതാണ് കണ്ടത്. ഇവിടെയൊക്കെ ഇതേപോലെ കുറേ ഐറ്റങ്ങളൊക്കെ ഉണ്ട്. എന്താ ഭംഗിയെന്ന് നോക്കിയത്. കുറച്ചുകൂടെ നല്ല വ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പാറക്കെട്ടുകൾക്കിടയിലൂടെ നടന്ന് തന്നെ നീ തന്നെ ആകണം. അപ്പോൾ സൂക്ഷിച്ച് നോക്കി പോയില്ല എന്നുണ്ടെങ്കിൽ തല ഇടിച്ചു. തിരിച്ച് നടക്കുകയാണ് ഗായ്സ്. അയ്യോ, അടുത്ത വേറൊരു സ്ഥലം കൂടെ കയറാണ്ട്. അപ്പോൾ അവിടെ കയറാൻ പറ്റില്ലെന്ന് അറിഞ്ഞൂടാ. സമയം എത്ര മണി വരെ എന്തോ ഉള്ളൂ എന്ന് പറയാനായിട്ട്. അപ്പോൾ അതിന് മുന്നേ എത്താൻ വേണ്ടി നോക്കുക. പറഞ്ഞാൽ ഇറങ്ങാൻ നല്ല എളുപ്പമായിരുന്നു. കാരണം കയറ്റത്തിൽ നിന്ന് ഇറക്കമായതുകൊണ്ട് അയ്യോ കുഴപ്പമില്ലായിരുന്നു. അങ്ങ് താഴോട്ട് പോയി. ഈ മുകളിലോട്ട് ഈ കയറ്റം കയറാനാണ് പാട്. ഇനി ഞാൻ അയ്യോ അയ്യോ അവിടെ ഒരുത്തൻ പന്തം കൊളുത്തിയ കണക്കിന് പോവുക കണ്ട. ശരിക്കും ഈ മെലിഞ്ഞിരിക്കുന്നവർക്ക് പെട്ടെന്ന് ഓടി കയറാൻ പറ്റും. പെട്ടെന്ന് തളരില്ലാന്നല്ല നടന്ന്. ഞാനാണെങ്കിൽ കുറച്ച് തടി വെച്ചുകൊണ്ട് അപ്പോൾ കുറച്ച് കയറാൻ ഇറങ്ങാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അയ്യോ, അതിൻ്റെ ഒരു പേട് മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നടന്ന് കയറി പറഞ്ഞവർക്ക് കുറച്ച് ഇരിക്കാനായിട്ട് ചെയറുണ്ടാവുമെന്ന്. അപ്പോൾ അവൻ അങ്ങ് കയറിയിട്ട് അവിടെ നിന്നിരിക്കുക. അവിടെയാണെങ്കിൽ ചെന്ന് അവിടെ ചെന്നിരിക്കുക കേട്ടോ. വയ്യാത്ത കയ്യും കൊണ്ട് ഞാനും ഉണ്ട്. ഇവിടെ ഇരുന്നപ്പോഴത്തേക്ക് ബോറടിച്ചു. അപ്പോൾ അങ്ങനെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ അടുത്താണ് ഈ ഒരു സ്ഥലം. അപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് കാണാമെന്ന് വിചാരിച്ചേട്ടോ. അങ്ങനെ പോകുന്നതാണ്. ഇങ്ങനെ പോയാൽ എൻ്റെ ഊപ്പാട് വരും. തളർന്നു പോയി. ഇത്രയും തളർന്ന് വന്നിട്ട് ഒന്ന് ഇരിക്കാമെന്ന് വെച്ചപ്പോഴത്തേക്ക് അവിടെ നിന്ന് സീറ്റിൽ വേറെ എങ്ങും സ്ഥലം കിട്ടില്ല. കപ്പിൾസ് വന്നിട്ട് അവിടെ വന്ന് ഒരാളുടെ മടിയിലങ്ങ് ഭയങ്കര കിടപ്പ്. ഒന്ന് ഇരിക്കാന്ന് വെച്ചാൽ നടക്കത്തില്ല. ഇരിക്കാൻ വെച്ചാൽ സീറ്റിലാണ് അമ്മ നടന്നത്. അല്ലെങ്കിൽ എണീറ്റ് പോകണം കുറച്ച് നേരം ഇരുന്ന്. ഞാനങ്ങനെ നടന്ന് മുകളിൽ എത്തിയിട്ടുണ്ട്. ഇത്രയും തളർന്നതുകൊണ്ട് തന്നെ അവിടെ കുറേ നേരം അങ്ങനെ ഇരുന്നു.
കാരണം നന്നായിട്ട് ക്ഷീണിച്ചു, നന്നായിട്ട് വേർപ്പ്. ഞാനും എൻ്റെ ഫ്രണ്ടും നന്നായിട്ട് ക്ഷീണിക്കുകയുണ്ടായി. അവിടെ നിന്ന് ഇരുന്നിട്ട് തന്നെ നടന്നിട്ട് ഇരിക്കേണ്ടായി. കുറച്ച് റെസ്റ്റ് എടുത്ത്, അല്ലാതെ ഇനി ഒരടി എടുത്ത് മുന്നോട്ട് വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അമ്മ അതിരി നടത്തോ ഓട്ടമായിരുന്നു കേട്ടോ. അവിടെ ഒരു കുരങ്ങനെ കണ്ടോ, വയറ്റിൽ തൂങ്ങി കിടപ്പുണ്ട് കേട്ടോ, ഒരു കുഞ്ഞ്. മേടിച്ചിട്ട് അതിൻ്റെ അടുത്തൂടെ വന്നത്. എപ്പോഴാണ് ആക്രമിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. കുഴപ്പമില്ല. അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് പോവാണ് കേട്ടോ. പറ്റുമെങ്കിൽ വേറൊരിടത്തും കൂടെ കയറണം. അടയ്ക്ക് വലിയെന്ന് അറിഞ്ഞൂടാ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ്. നേരെ എനിക്ക് മുന്നേ ഓടിയോ ഇപ്പം എന്താ വയ്യ പോണ്. മുന്തി തള്ളിയിട്ടും പോണില്ല. നടക്ക്. ഇതാണ് ഗൈസ് മെയിൻ എൻട്രൻസ്. അതിലടച്ചു. ഇതുവഴി ഇറങ്ങാൻ പറ്റില്ല. എൻ്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്, നമുക്ക് അതുവഴി ഇറങ്ങി പോകണം ചേട്ടാ. നല്ല അട്രാക്റ്റീവായിട്ടൊരു എന്താ പറയുക, നാച്ചുറലായിട്ടൊരു രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഗേറ്റ് അതിൽ ആ ഒരു എഴുത്തും ഭയങ്കര നാച്ചുറാലിറ്റി ഫീൽ ചെയ്യും കാണുമ്പോഴത്തേക്ക് തന്നെ. പിന്നെ അവിടുത്തെ സ്ഥലവും പിന്നെ പറയേ വേണ്ട. ഗൈസ്, എനിക്ക് കയറി പോകുന്നിടത്ത് എൻ്റെ ഫ്രണ്ട് കാണിക്കാൻ പറ്റിയില്ല. ഇതാണ് നമ്മുടെ എൻട്രൻസ്. ഫ്രണ്ട് മീൻസ് ആ എൻട്രൻസ് കേട്ടോ. ആ എൻട്രൻസ് ഇതാണ്. അതിരപ്പള്ളി എന്നൊക്കെ എഴുതിയിരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു ക്ലോസ് ചെയ്യുന്ന ടൈം ആയതുകൊണ്ട് ആ സൈഡിൽ കൂടെയാണ് ഞങ്ങൾ ഇറങ്ങി വന്നത്. ഈ സൈഡ് കൂടെ ഞങ്ങൾ ഇറങ്ങി വന്നത്. ഓക്കെ ഗൈസ്, നമ്മൾ വാഴച്ചാൽ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ടൈം ഏകദേശം നമ്മൾ 5 മണിക്ക് ക്ലോസ് ചെയ്യുന്ന വിചാരിച്ചത്. പക്ഷേ അത് എന്താ പറയുക, ഇപ്പോൾ അവിടെ ഒരു ഷോപ്പിൽ കയറിയപ്പോൾ ഞങ്ങൾ ഒരു കീ ചെയിൻ നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഉള്ള ആൾ പറഞ്ഞു അത് 5:30ക്കാണ്, ഇപ്പോൾ 5:30 ഉണ്ടെന്ന് പറഞ്ഞു. അറിയത്തില്ല, 5:26 സംതിങ് കഴിഞ്ഞു. നമ്മൾ ബൈ ചാൻസ് ഏകദേശം കാണാൻ പറ്റിയാൽ ഓക്കെ, കാണാം, വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. നല്ല സ്പീഡിലാണ് വേണ്ടി പോകുന്നത്. ഒരറിവില്ല, ഒരു പിടിയില്ല. അപ്പോൾ നോക്കട്ടെ, അങ്ങനെ കയറി എടുക്കാൻ പറ്റിയാൽ ഒരുപക്ഷെ ഞാനത് വീഡിയോ പോസ്റ്റ് ചെയ്തായിരിക്കും. രണ്ടും കെട്ടുള്ളൊരു പോക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വാഴച്ചാൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ നേരത്തെ അതിരപ്പള്ളിയിൽ കണ്ട അതേ ഒരു എൻട്രൻസ് തന്നെയാണ് ഇവിടെയും. പിന്നെ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം ഒരേപോലെ തന്നെയാണ്. നമ്മളിപ്പോൾ നേരത്തെ അവിടുന്ന് ടിക്കറ്റ് എടുത്തുകൊണ്ട് എത്താൻ പറ്റി. അല്ല, ടിക്കറ്റ് എടുത്തതുകൊണ്ട് ഇവിടെ ടിക്കറ്റ് എടുക്കുന്നുണ്ട്. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ക്ലോസിലാണ്. അപ്പോൾ നേരത്തെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് ആ ടിക്കറ്റ് മതിയോ ഇവിടെ വന്ന് കാണാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ കാണിച്ചപ്പോഴത്തേക്ക് കുഴപ്പമില്ല, ക്ലോസ്ഡ് ആയിട്ടില്ല. അപ്പോൾ നമ്മൾ വാഴച്ചാൽ വെള്ളച്ചാട്ടം കാണിച്ചു തരാം. ഇത് റിസോർട്ടാണോ അതോ ഓഫീസാണോ? ആ, അതെ. എല്ലാവരും ബോർഡ് കണ്ടല്ലോ ഗൈസ്. കയറി വരുന്നൊരു സൈഡ് തന്നെ ഇവിടെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടം മക്കളെ. ഇവിടെ ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. പുഴയിൽ ഇറങ്ങുന്നത് ഷാർജമാണ്. നമുക്ക് ഇറങ്ങാനൊന്നും പറ്റത്തൊന്നുമില്ല, കാരണം ഈ ചാടിയൊക്കെ ഇറങ്ങാം, പക്ഷേ ഇറങ്ങരുത്, പണി കിട്ടും. ഇത് ഭംഗിയാ നോക്കിയേ. കണ്ടോ എന്താ ഫോഴ്സ് എന്നറിയാമോ വെള്ളം വിടുന്നത്? നടുക്കൊക്കെ കണ്ടോ? അയ്യോ, അങ്ങ് മുകളിൽ നിന്നാണ് കേട്ടോ വെള്ളം ഒഴുകി വരുന്നത്. പക്ഷെ അത് വീഴുന്ന തന്നെ നല്ല ഭംഗിയാട്ടോ. ഞാനിങ്ങനെ ഈ വെള്ളച്ചാട്ടം കണ്ടിട്ട് കുറേ നാളായി, കാരണം കുറേ നാളുകൊണ്ട് അങ്ങൊന്നും പോക്കൊന്നുമില്ല ഇതുപോലെ സ്ഥലം കാണാനായിട്ട്.
അതിന് ശേഷം ദേ ഇപ്പോഴാണ് വരുന്നത് തന്നെ. എന്തോ ഒഴുക്കാൻ നോക്കിയേ. പക്ഷെ ഇപ്പോൾ വെള്ളം കുറവാണ് കേട്ടോ ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ. ഏകദേശം മഴ സമയത്തൊക്കെ വരികയാണെങ്കിൽ ഇതിൻ്റെ ഡബിളായിട്ട് തന്നെ വെള്ളം ഒഴുകുന്നതായിരിക്കും. പിന്നെ അതേ അതിൻ്റെ മേളിൽ പാറക്കെട്ടും അവിടെ ചെറിയ ചെറിയ ഇതിൻ്റെ ഓഫീസിൻ്റെ സൈഡ് തന്നെയാണ് കേട്ടോ. കാണാമല്ലോ എല്ലാവർക്കും, കണ്ടോ. പിന്നെ അതേ ഇവിടെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മുടെ വെള്ളച്ചാട്ടം ഇല്ലേ, ഇപ്പോൾ കാണിച്ചെന്നില്ല. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഇവിടെ നിന്നിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ട്. ഇവിടെ വിശ്രമ കേന്ദ്രമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്ന് വിശ്രമിച്ച് കാണണമെന്നുള്ളവർക്ക് കാണാം. ഇവിടെ അതിൻ്റെ ഓഫീസാണ് കേട്ടോ. കുറേ നടന്ന് തളർന്നു ഗൈസ്. അമ്മാതിരി ഓട്ടോ ആയിരുന്നു. കാരണം ഞാനങ്ങനെ പുറത്തോട്ട് അങ്ങനെ അധികം പോകുന്നതെന്നല്ല പോകും, പക്ഷേ കുറേ നാളായി ഇങ്ങനെ പുറത്തോട്ടൊക്കെ പോയിട്ട്. അപ്പോൾ അതിന് ശേഷം ഇപ്പോഴാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണാനൊക്കെ ഇറങ്ങിയത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറേ നാളൊക്കെ ആയിട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടിട്ട് തന്നെ കുറേ നാളായി. ഇപ്പോൾ ഇതിൻ്റെ സൗണ്ടിൽ എത്രത്തോളം വോയിസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. നമുക്കിനി ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോയി കാണിച്ചിടാൻ മതി. ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. നമ്മൾ അങ്ങോട്ടൊന്ന് വീഡിയോ എടുക്കാൻ നിന്നപ്പോഴാണ് ഒരു കപ്പിൾ വന്നിട്ട് ഫോട്ടോ എടുത്ത് തരുമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്ത് ഞാൻ അവരുടെ വീഡിയോ ഒന്ന് കവർ ചെയ്തു. മോളോട്ട് പോകണമെങ്കിൽ പോവാം. പോണ്ടേ? തളർന്നാ അവിടെ നിന്ന് പോയപ്പോഴത്തേക്ക് തളർന്നു പോയി. ഇത്രയും ദൂരം നടന്നു അവനും തളർന്നു പോയി. ആ വർഷം കുറവെങ്കിൽ കയറ്, അമ്മ കയറ്. എടാ അവിടെ എന്താ ഉള്ള? പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ അങ്ങോട്ട് കയറി വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പോവാമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മളിവിടെ യാത്ര തിരിക്കുകയാണ്. അപ്പോൾ അതിരപ്പള്ളിയും ഇതെന്തോ പേര് അപ്പോൾ അതിരപ്പള്ളിയും വാഴച്ചലും കാണാമെന്നുള്ളൊരു അതിരപ്പള്ളിയും വാഴച്ചലും അതിരപ്പള്ളിയും വാഴച്ചാലും കാണണമെന്നുള്ളവർക്ക് ഇവിടെ വന്ന് കാണുക. നല്ലൊരു എൻ്റർടൈൻമെൻറ്റും ആണ്, കാണാൻ നല്ല രസമുള്ളൊരു സ്ഥലമാണ്. ഇനിയിപ്പോൾ ഫെബ്രുവരി കഴിഞ്ഞ അടുത്ത മാർച്ച് വെക്കേഷനൊക്കെ അല്ലേ. ഇപ്പോൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും അവർക്ക് വെക്കേഷനൊന്നും ഇല്ല, അവർക്ക് എപ്പോഴും ഫ്രീ ആവുന്ന ടൈമിലോ അവർക്ക് ഇവിടെ വന്ന് ഈ വെള്ളച്ചാട്ടം ഇതൊക്കെ കാണാവുന്നതാണ്. നല്ലൊരു പീസ്ഫുൾ ഏരിയ ആണ്, വലിയ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് കാണാനും എടുക്കാനും എല്ലാം പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ സമയം കിട്ടുമ്പോൾ ഇവിടെ വരിക, കാണുക. എൻട്രി ഫീസൊക്കെ വളരെ റേറ്റ് കുറവാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഈ ബാക്കിൽ കാണുന്ന ഈ ഒരു വെള്ളച്ചാട്ടം എനിക്ക് കണ്ടിട്ട് മതിയാവുന്നില്ല. കാരണം കുറേ നാളെ ഇങ്ങനത്തുള്ള സീനിൽ കണ്ടിട്ട്. അപ്പോൾ കാണാൻ അടിപൊളിയാണ് കേട്ടോ. ഇവിടെ വന്ന് നല്ല ഒരു സമയം സ്പെൻഡ് ചെയ്യാൻ അടിപൊളിയാണ്. പിന്നെ ഈ വാഴച്ചാലിൽ ഇവിടെ വലിയ ഈ സമയമുണ്ട്, കാരണം 5:30 ആകുമ്പോഴത്തെ ഏകദേശം ക്ലോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സമയമായതുകൊണ്ട് അധികം ആൾക്കാരൊന്നും ഇവിടെ ഇല്ല. നേരത്തെ ബേക്കിൽ ഒരു അമ്മാവനും ഒരു അമ്മായി നിൽപ്പുണ്ട്. അപ്പോൾ അവർ മാത്രമാണ്. അവർ കുറേ മുന്നേ ഞങ്ങൾ ഏകദേശം നമ്മൾ ആ അതിരപ്പള്ളി വെള്ളച്ചാട്ടമല്ലേ അവിടെ നിന്നപ്പോഴത്തേക്ക് കണ്ടതാണ് അവർ കുറേ നേരം റെസ്റ്റ് എടുത്തിട്ടൊക്കെയാണ് വന്നത്. പക്ഷേ അവരിപ്പോൾ ഇവിടെയും കാണാൻ വന്നിട്ടുണ്ട്. അയ്യോ, അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഏജും മറ്റും ഏത് പ്രായക്കാർക്കായാലും ഇവിടെ വരാം. പിന്നെ നിങ്ങൾക്കൊരു എൻ്റർടൈൻമെൻറ്റുമാണ്, മനസ്സിന് ഇത്തിരി സമാധാനം കിട്ടുന്ന ഒരു സ്ഥലവും കൂടെയാണ് കേട്ടോ. പിന്നെ വൈകുന്നേരങ്ങളൊക്കെ വന്നിരിക്കാനും നല്ല അടിപൊളി ഒരു പ്ലേസാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഞാനും എൻ്റെ ഫ്രണ്ടും നല്ല ടയേർഡായി. കാരണം ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഒരുപാട് ദൂരം നടക്കുകകൂടെ ചെയ്ത്, അതാ കുഴപ്പം. അത് നടക്കുന്നതിൻ്റെ പ്രശ്നമില്ല, ഞാൻ പിന്നെ അധികം ശരീരം ഇറങ്ങിയിട്ട് കുറേ നാളായേ.
അപ്പോൾ അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടാണ്, വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു, നല്ല എൻ്റെ. പിന്നെ ഒന്ന് അറിഞ്ഞിരിക്കുക, മൊബൈൽ നെറ്റ്വർക്ക് കുറവാണ്. മൊബൈൽ നെറ്റ്വർക്ക് ഒട്ടുമില്ല, ഇവിടെ എത്തുമ്പോൾ മൊബൈൽ നെറ്റ്വർക്ക് കിട്ടുന്നില്ല. അപ്പോൾ ആ ഒരു ഇതൊന്നും ഉള്ളൂ. എന്നിരുന്നാലും ആരെ ശല്യമൊന്നും കാണത്തില്ല, അപ്പം പിന്നെ പ്രശ്നമൊന്നുമില്ല. നല്ല സെറ്റ് വൈബാണ് കേട്ടോ. ഇവിടെ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത് കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സ് ഒരുപാട് പേര് ഇത് ഇങ്ങനെ ഒരു സ്നാപ്പ് എടുത്തിട്ട് ഫേസ്ബുക്കിലും മറ്റെല്ലായിടത്തും ഇതുപോലെയുള്ള എല്ലാ സോഷ്യൽ മീഡിയാസിലും ഇങ്ങനെ ഫോട്ടോസ് ഇടുന്നുണ്ട്. അപ്പോൾ ഞാനിതുപോലെ എൻ്റെ ഒരു വീഡിയോ ഇതുപോലെ ഇങ്ങനെ എടുത്തു, എന്നിട്ട് ഇതിനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. നമുക്കിതൊക്കെ ഈ എന്താ പറയുക, കലാപരമായിട്ടും മറ്റും ഇതൊക്കെ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റോറീസ് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഇത് ഒരു ഫോട്ടോയ്ക്ക് നല്ലൊരു വൈബുള്ളൊരു പ്ലേസ് പോലെ എനിക്ക് തോന്നി. കാരണം അതാണ് ഞാൻ ഇങ്ങനെ ഒരു ഫോട്ടോ ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുമുണ്ട്. എന്ന് വെച്ചാൽ നല്ല ഭംഗിയുണ്ട്. കാരണം ആകാശവും ഇങ്ങനത്തെ ബ്രാഞ്ചസ് കാണാനായിട്ട് അടിപൊളിയാണ്. അത് ഞാൻ ആദ്യമായിട്ട് കണ്ടുകൊണ്ട് ഞാൻ എടുത്തു. അങ്ങനെ ഇതെല്ലാം കണ്ടു. ഒന്നുകൂടെ ആ ഒരു എൻട്രൻസ് കാണാൻ നല്ല ഭംഗിയായതുകൊണ്ട് തന്നെ ഞാൻ ഒന്നുകൂടെ എടുത്തു. അത് എഴുതിക്കുന്നുണ്ടോ, സേവ് ഫോറസ്റ്റ്. എന്ത് നല്ല ക്യാപ്ഷനാണല്ലേ, സേവ് ഫോറസ്റ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതിയെ നന്നായിട്ട് സംരക്ഷിക്കുക, അത് നന്നായിട്ട് തന്നെ നമ്മൾ നോക്കുക. അത് ആ ഒരു എഴുതിക്കുന്ന രീതിയും ആ ഒരു മെത്തേഡ് അത് യൂസ് ചെയ്തിരിക്കുന്നതൊക്കെ നല്ല അടിപൊളിയാണ്. പിന്നെ തൊട്ടടുത്ത് തന്നെ ഇതുപോലെയുള്ള ബിൽഡിങ്സ് ഉണ്ട്, കുറച്ച് ഷോപ്പ് പോലെയൊക്കെ. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ നമ്മുടെ കുറച്ച് ബിൽഡിങ്സ് ഉണ്ട്. അതിൻ്റെ എന്താ പറയുക, ലൈബ്രറി, അങ്ങനെ അക്ഷരശ്രീ, ഗ്രാമീണ വായനശാല എന്നൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ. അതിൻ്റെ തൊട്ട് ബാക്ക് സൈഡിൽ തന്നെയാണ് പല ബിൽഡിങ്സും എല്ലാം വരുന്നതും. അപ്പോൾ പോയി കാണാം കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ കൈക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫ്രാക്ചർ വീണതാണ്. ഞാൻ ചെറിയ ഷോർട്ട് വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്. ചെറിയ ഫ്രാക്ചർ പറ്റിയതാണ്, ഇപ്പോൾ കുഴപ്പമില്ല, റെസ്റ്റാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.